താരസംഘടനയായ അമ്മ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും മത്സരിക്കും. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ആരോപണ വിധേയനായ ബാബുരാജ് മത്സരരംഗത്തുനിന്ന് പിന്മാറി. അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം പിന്നിട്ടപ്പോൾ 22 പേരാണ് മത്സരരംഗത്തുള്ളത്. ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ദേവനും ശ്വേതാ മേനോനും തമ്മിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം. വിവാദമായ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ രവീന്ദ്രനും കുക്കു പരമേശ്വരനും മത്സരിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചിരുന്ന ബാബുരാജ് വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ പത്രിക പിൻവലിക്കുകയായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാസർ ലത്തീഫ്, ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ എന്നിവർ മത്സരരംഗത്തുണ്ട്. തികച്ചും ആരോഗ്യപരവും സൗഹൃദപരവുമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് വിചാരിക്കുന്നത്. ഈ മത്സരം കഴിഞ്ഞാലും ജയിച്ചാലും തോറ്റാലും ഒക്കെ ഞങ്ങൾ എല്ലാവരും തമ്മിലുള്ള സൗഹൃദം അങ്ങനെ തന്നെ ഉണ്ടാവും. അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിലാണ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരം. 11 സീറ്റുകളുള്ള എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് 13 പേർ മത്സരരംഗത്തുണ്ട്. ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് വന്നത് ഇത്തവണ തന്നെയാണ്. ഇത്തവണ എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു. കാരണം ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാമാണ് ശ്രീ മോഹൻലാലും ശ്രീ മമ്മൂട്ടിയും ശ്രീ സുരേഷ് ഗോപിയും ശ്രീ കെ.ബി. ഗണേഷ് കുമാറും ശ്രീ ജയറാമ അങ്ങനെ തുടങ്ങി എല്ലാവരും നമ്മുടെ പ്രധാനപ്പെട്ടവരാണ്. ഇപ്പോഴും മാത്രമാണ് ഒരു ഇലക്ഷനായിട്ട് വന്നത്. അതിനിടെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധം സംസാരിച്ചു എന്നാരോപിച്ച് അനൂപ് ചന്ദ്രനെതിരെ അൻസിബ തൃക്കാക്കര ഇൻഫോ പാർക്ക് പോലീസിന് പരാതി നൽകി. എന്നാൽ അൻസിബയെ അപമാനിക്കുന്ന തരത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അനൂപ് ചന്ദ്രനും പ്രതികരിച്ചു. ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. അധിക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സംസ്കാരമല്ല. ഒരാളോട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഒരാളെയും മോശമായി കാര്യം I+U+ എന്ന മാത്രം കാണുന്ന ഒരാളാണ്. ഓഗസ്റ്റ് 15-നാണ് താരസംഘടനാ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുക. ജനം, കൊച്ചി.